ഹായ് ഓൾ, വെൽക്കം ടു എ സ്മോൾ ബർത്ത്ഡേ പാർട്ടി. ഇത് ഞങ്ങളുടെ റിനിമോളുടെ 18ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. ആദ്യം പറഞ്ഞതുപോലെ ഒരു സ്മോൾ ബർത്ത്ഡേ പാർട്ടി പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഒരു വലിയ ഫംഗ്ഷനുള്ള ആൾ തന്നെ ഉണ്ടായിരുന്നു എല്ലാം കൂടെ. ചെന്ന് കയറിയപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തേ നീ ലേറ്റ് ആയതെന്ന്. നമ്മളെവിടെ പോയാലും ലേറ്റ് ആയിട്ടല്ലേ പോകാറുള്ളൂ. ഞങ്ങളുടെ ഹോൾ ഫാമിലി, അങ്കിളുടെ ഹോൾ ഫാമിലി, അങ്കിളുടെ ആൻറ്റിയുടെയും കുറച്ച് ഫ്രണ്ട്സ് ആൻഡ് അവരുടെ ഫാമിലി, കുറച്ച് നെയ്ബേഴ്സ്, കുട്ടികളുടെ കുറച്ച് ഫ്രണ്ട്സ്, അങ്ങനെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള കുറച്ച് പേര് മാത്രം അടങ്ങുന്ന ഒരു സെലിബ്രേഷൻ ആയിരുന്നു ഇത്. എനിക്കുള്ള കട്ടനോട് എൻ്റെ പ്രിയപ്പെട്ട നാത്തൂൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഫൈനൽ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി വെട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങളെ വെട്ടിക്കോളാന്ന് പറഞ്ഞിട്ട് കുട്ടീസ് രണ്ടും കേക്കിൻ്റെ ഫ്രണ്ടിൽ നിപ്പായി. ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് 1 വീക്ക് ലീവ് എടുത്തിട്ടാണ് അങ്കിൾ ഗൾഫിൽ നിന്ന് നാട്ടിലോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ അവരെ പോലെ ഈ ഫംഗ്ഷൻ ഞങ്ങൾക്കും പ്രിയപ്പെട്ടതാണ്. ഒരു ബർത്ത്ഡേ പാർട്ടി എന്നതിലുപരി ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ എന്ന് തന്നെ ഇതിനെ നമുക്ക് പറയാം. അങ്ങനെ അവസാനം കേക്ക് കട്ടിയാനുള്ള ടൈമായി. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഗിഫ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. അങ്കിൾക്കും ആൻറ്റിക്കും കൂടെ 3 മക്കളാണുള്ളത്. ഇതിൽ രണ്ടാമത്തെ ആളുടെ ബർത്ത്ഡേ റീസെൻ്റായിട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഋതുമോൾക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ മനോഹരമായിട്ട് ബർത്ത്ഡേയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ്. ഫാമിലിയിൽ എന്ത് ഫംഗ്ഷൻ നടന്നാലും കട്ട് ചെയ്ത കേക്ക് എല്ലാവർക്കും കിട്ടണമെങ്കിൽ സുഞ്ഞാനി ഡിവൈഡ് ചെയ്ത് കൊടുത്താലേ അത് ശരിയാകും. എല്ലാവരും കേക്ക് കഴിച്ചിട്ട് നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. എല്ലാവരും കൂടെ നല്ലൊരു മേളമായിരുന്നു വീട്ടിനകത്തുണ്ടായിരുന്നത്. നിന്റെ ആ ഫോണിന്റെ കേസ് തന്നെയാണ് എനിക്ക് വേണ്ടത്.
ഫുഡ് അടി കഴിഞ്ഞ് രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഫ്രണ്ട്സൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് കുട്ടികളെല്ലാവരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നെയിം സ്ലിപ്പിൻ്റെ വീഡിയോ ഇട്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എൻ്റെ മാത്രം പ്രയത്നമല്ല. ബർത്ത്ഡേ ആയിട്ട് പോലും എല്ലാം കഴിഞ്ഞിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കസിൻസ് അങ്കിളൊക്കെ ഉണ്ടായിരുന്നു. ആ പാതിരാത്രി ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്.